എല്ലാവർക്കും നമസ്കാരം. മാസ് മിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദയോഗം. ശ്ലോകം 29. വേ പതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവും സ്രംസതേ ഹസ്താത് ത്വക് ചൈവ പരിദഹ്യതേ. ഈ ശ്ലോകത്തിൽ അർജുനൻ തൻ്റെ ശാരീരിക അവസ്ഥയെ വിശദീകരിക്കുന്നു. അർജുനൻ ഒരു മഹാവീരനാണ്. അനവധി യുദ്ധങ്ങളിൽ വിജയിച്ച ധനുർധാരിയാണ്. എന്നാൽ ഇവിടെ അർജുനൻ തൻ്റെ കൈകളിൽ പിടിച്ചിരിക്കുന്ന ഗാണ്ഡീവം പോലും പിടിക്കാൻ സാധിക്കുന്നില്ല. ഇത് അർജുനൻ്റെ ആന്തരിക സംഘർഷത്തിൻ്റെ ശക്തമായ പ്രകടനമാണ്. മനുഷ്യൻ്റെ മനസ്സ് അസ്വസ്ഥമായാൽ അതിൻ്റെ പ്രഭാവം ശരീരത്തിലേക്ക് പകരും. കൈകൾ വിറയ്ക്കും, ശരീരം തളരും, ചിന്തകൾ അസ്വസ്ഥമാകും. ഇത് ഇന്നത്തെ ജീവിതത്തിലും നമ്മൾ കാണുന്ന കാര്യമാണ്. സ്ട്രെസ്, ആങ്സൈറ്റി എന്നിവ നമ്മെ ശാരീരികമായി പോലും ബാധിക്കുന്നു. ശ്ലോകം 30. ന ച ശക്ത്യോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മന നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. വ്യാഖ്യാനം. അർജുനൻ ഇപ്പോൾ മനസ്സിൻ്റെ അവസ്ഥ പറയുന്നു. എനിക്ക് നിൽക്കാനും കഴിയുന്നില്ല, എൻ്റെ മനസ്സ് കറങ്ങുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ് പറയുന്നത്. മനസ്സിൻ്റെ അസ്ഥിരത മനുഷ്യൻ്റെ തീരുമാനങ്ങളെ തകർക്കും. അർജുനൻ നിമിത്താനി വിപരീതാനി എന്ന് പറയുന്നു. എല്ലാം തെറ്റായി നടക്കുമെന്നൊരു ഭയം. ഇത് ഇന്നത്തെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥയുമായി വളരെ സമാനമാണ്. ഓവർ തിങ്കിങ്, നെഗറ്റീവ് ഇമാജിനേഷൻ, ഫിയർ ഓഫ് ഫ്യൂച്ചർ ഇതെല്ലാം ഉൾപ്പെടുന്നു. മനസ്സ് നിയന്ത്രിക്കാത്തപ്പോൾ യാഥാർത്ഥ്യത്തെ തെറ്റായി കാണാൻ തുടങ്ങും. ശ്ലോകം 31. ന ച ശ്രേയോ അനുപശ്യാമി ഹത്വ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച. വ്യാഖ്യാനം. ഇവിടെ അർജുനൻ തൻ്റെ മൂല്യങ്ങളെ തുറന്നു പറയുന്നു. എനിക്ക് വിജയം വേണ്ട, രാജ്യം വേണ്ട. ഇതൊരു വലിയ ആത്മീയ ചിന്തയാണ്. കാരണം സാധാരണ മനുഷ്യൻ വിജയം, അധികാരം, സമ്പത്ത് ഇവയെ തേടുന്നു. പക്ഷേ അർജുനൻ ചോദിക്കുന്നു, ഇവയുടെ അർത്ഥം എന്താണ്? ഇവിടെ അർജുനൻ ജീവിതത്തിൻ്റെ അർത്ഥം ചോദ്യം ചെയ്യുന്നു. വിജയം അർത്ഥവത്താക്കാൻ അതിനെ പങ്കിടാൻ ആളുകൾ വേണം. ശ്ലോകം 32. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേർ ജീവിതേന വാ യേശമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗ സുഖാനി ച. വ്യാഖ്യാനം. അർജുനൻ ഇവിടെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്നു. ഈ സുഖങ്ങൾ ഏവർക്കു വേണ്ടി ആണ്? ഇതൊരു നിലനിൽപ്പിൻ്റെ ചോദ്യമാണ്. ഇവിടെ അർജുനൻ തിരിച്ചറിയുന്നത് ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ബന്ധങ്ങളിലാണ്. ഇന്നത്തെ ലോകത്ത് പലരും വിജയത്തിന് വേണ്ടി ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുന്നു. പക്ഷേ ഈ ശ്ലോകം പറയുന്നത് നീ നേരിടുന്നത് എന്ത് എന്നതല്ല, ആർക്കു വേണ്ടി നേടുന്നു എന്നതാണ് പ്രധാനമെന്ന്. ശ്ലോകം 33. ത ഇമേ അവസ്ഥിത യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച ആചാര്യ പിതര പുത്രാസ്തദൈവ ച പിതാമഹ. വ്യാഖ്യാനം. ഇവിടെ അർജുനൻ യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യം നേരിട്ട് കാണുന്നു. അർജുനൻ തിരിച്ചറിയുന്നത് ഇവ സാധാരണ ശത്രുക്കളല്ല എന്നതാണ്. ആചാര്യർ അഥവാ ഗുരുക്കന്മാർ, പിതാക്കന്മാർ, പുത്രന്മാർ, പിതാമഹന്മാർ എല്ലാവരും ജീവിതം പോലും ത്യജിക്കാൻ തയ്യാറായി യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നു. ഇത് അർജുനൻ്റെ മനസ്സിൽ വലിയൊരു ആഘാതം സൃഷ്ടിക്കുന്നു. യുദ്ധം ഇനിയൊരു ധർമ്മയുദ്ധം മാത്രമല്ല, അതൊരു കുടുംബ സംഘർഷമായി മാറുന്നു. ശ്ലോകം 34. മാതുല ശ്വശൂര പൗത്ര ശ്യാല ബന്ധുസ്തദൈവ ച ഏതാൻ ന ഹന്തുമിച്ഛാമി ജ്ഞതോ അപി മധുസൂദന. വ്യാഖ്യാനം. അർജുനൻ തൻ്റെ ബന്ധങ്ങളുടെ വലയം കൂടുതൽ വ്യക്തമാക്കുന്നു. മാതുരന്മാർ, ശ്വശുരന്മാർ, കൊച്ചുമക്കൾ, സഹോദര ബന്ധങ്ങൾ. അവർ എന്നെ കൊന്നാലും ഞാൻ ഇവരെ കൊല്ലില്ല എന്ന് അർജുനൻ പറയുന്നു. ഇത് കരുണയുടെ പരമാവധി പ്രകടനമാണ്. പക്ഷേ ഇവിടെ ഒരു സൂക്ഷ്മമായ സത്യം ഇതാണ്: കരുണ ധർമ്മത്തോടെ ചേർന്നിരിക്കണം, അല്ലെങ്കിൽ അത് ദൗർബല്യമായി മാറും. ശ്ലോകം 35. അഭി ത്രൈലോക്യ രാജ്യസ്യ ഹേതോ കിം നു മഹീകൃതേ നിഹത്യ ധാർത്തരാഷ്ട്രാൻ ന കാ പ്രീതി സ്യാ ജനാർദ്ദന. വ്യാഖ്യാനം. 3 ലോകങ്ങളുടെ രാജ്യം കിട്ടിയാലും ഞാൻ യുദ്ധം ചെയ്യില്ല. ഇത് അർജുനൻ്റെ ശക്തമായ വാക്കുകളാണ്. അർജുനൻ അധികാരത്തെയും വിജയത്തെയും പൂർണ്ണമായി തള്ളിക്കളയുന്നു.
എന്നാൽ ഇത് യഥാർത്ഥ വൈരാഗ്യം അല്ല. ഇത് വികാരത്തിൽ നിന്നുള്ള വിരക്തിയാണ്, അഥവാ ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. സത്യമായ വൈരാഗ്യം ജ്ഞാനത്തിൽ നിന്നാണ് വരുന്നത്, വികാരത്തിൽ നിന്നല്ല. ശ്ലോകം 36. പാപമേവാശ്രയേദസ്മാൻ ഹത്വൈ തദായിന തസ്മാനാർഹ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ. വ്യാഖ്യാനം. ഇവിടെ അർജുനൻ ഒരു ധാർമ്മിക വാദം ഉന്നയിക്കുന്നു. ഇവരെ കൊല്ലുന്നത് പാപമാണ്. പക്ഷേ ഗീതയുടെ ദൃഷ്ടിയിൽ അധർമ്മത്തെ അനുവദിക്കുന്നത് അതിലും വലിയ പാപമാണ്. അർജുനൻ ഇവിടെ തൻ്റെ സ്വധർമ്മം മറക്കുന്നു. അതുകൊണ്ടാണ് പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനെ ശരിയായ ബോധത്തിലേക്ക് നയിക്കുന്നത്. ശ്ലോകം 37. സ്വജന ഹി കഥം ഹത്വ സുഖിന സ്യാമ മാധവ യദ്യപ്യേതേ ന പശ്യന്തി ലോഭോപഹത ചേതസ. വ്യാഖ്യാനം. അവർക്ക് ധർമ്മം മനസ്സിലാകുന്നില്ല, പക്ഷേ നമുക്ക് മനസ്സിലാകുന്നില്ലേ? ഇവിടെ ഒരു സൂക്ഷ്മമായ അഹങ്കാരം കാണാം. ഞാനാണ് ശരി എന്നൊരു ആത്മവിശ്വാസം, പക്ഷേ അത് അപൂർണ ജ്ഞാനത്തിൽ നിന്നുള്ളതാണ്. ശ്ലോകം 38. കുലക്ഷയകൃതം ദോഷം പ്രപശ്യഭിർജനാർദ്ദന കഥം ന ജ്ഞേയം അസ്മാഭി പാപാദസ്മാൻ നിവർത്തിതും. വ്യാഖ്യാനം. അർജുനൻ ഇവിടെ കുടുംബനാശത്തിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് പറയുന്നു. കുടുംബം നശിച്ചാൽ സംസ്കാരം നഷ്ടപ്പെടും, ധർമ്മം നഷ്ടപ്പെടും. ഇത് ശരിയാണ്, പക്ഷേ ഇത് അപൂർണ സത്യമാണ്. കാരണം അധർമ്മം നിലനിൽക്കുമ്പോഴും ഇത് സംഭവിക്കും. ശ്ലോകം 39. കുലക്ഷയെ പ്രണശ്യന്തി കുലധർമ്മ സനാതന ധർമ്മേ നഷ്ടേ കുലം കൃത്സനം അധർമ്മോ ഭിവത്യുത. വ്യാഖ്യാനം. ഇവിടെ അർജുനൻ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യത്തെ പറയുന്നു. കുടുംബധർമ്മം നശിച്ചാൽ അധർമ്മം വളരും. ഇത് ഇന്നത്തെ സമൂഹത്തിലും കാണാം. മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, സംസ്കാരം ക്ഷയിക്കുമ്പോൾ അധർമ്മം ശക്തമാകും. ശ്ലോകം 40. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വാർഷണേയ ചായത്തെ വർണ്ണസങ്കര. വ്യാഖ്യാനം. അർജുനൻ പറയുന്നു, അധർമ്മം വളർന്നാൽ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടന തകരും. ഇവിടെ സ്ത്രീകളുടെ മാനവും കുടുംബ സംവിധാനവും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം അർജുനൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് സമൂഹത്തിൻ്റെ സ്ഥിരതയെക്കുറിച്ചുള്ള ഭയമാണ്. ഈ ശ്ലോകങ്ങളിൽ അർജുനൻ വളരെ ശക്തമായ വാദങ്ങൾ ഉന്നയിക്കുന്നു. അവ ശരിയായതായി തോന്നുന്നു, പക്ഷേ അവ പൂർണ്ണ സത്യമല്ല. ഇതുകൊണ്ടാണ് ഭഗവാന്റെ ഉപദേശം അനിവാര്യമായത്. പൂർണ്ണ സത്യം അറിയാത്തപ്പോൾ നമുക്ക് ശരി എന്ന് തോന്നുന്നതും തെറ്റായിരിക്കും. നന്ദി, നമസ്കാരം.